തിരുവനന്തപുരത്ത് പോസ്റ്റ് ഓഫീസിന് സമീപം കാർ അപകടം. നിയന്ത്രണം വിട്ട കാർ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചു കയറുകയായിരുന്നു. വെങ്കിടങ്ങ് കോടമുക്ക് സ്വദേശി അമ്പലത്ത് വീട്ടിൽ അബ്ദുൽ ഗഫൂറിന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറിന്റെ മുൻവശവും മുകൾ ഭാഗവും തകർന്നു. വൈദ്യുത പോസ്റ്റിനും കേബിളുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 9:30 സംഭവം. അപകട സമയത്ത് കാറിൽ അബ്ദുൽ ഗഫൂറിന്റെ ഭാര്യ ഷബന, മകൻ മുഹമ്മദ് ആദിൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റ ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകി. എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടി ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് പറയുന്നു. വണ്ടി ഇന്നലെ രാത്രി ഒരു ബൈക്കിനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അയാളുടെ പുള്ളിൽ അദ്ദേഹത്തിൻ്റെ മേലെ ഇടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഓടിച്ചപ്പോൾ പോസ്റ്റിന്മേ ചെന്ന് അടിക്കുകയുണ്ടായി. അപ്പോൾ പോസ്റ്റിന്മേ ഒന്ന് അടിച്ച് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത് ഏകദേശം ഒരു 1.5 വർഷം മാത്രം പഴക്കേ വണ്ടിക്കുള്ളൂ. ഞാൻ ഇന്നലെ രാത്രി എയർപോർട്ടിൽ വരുന്നത് എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാര്യയും എൻ്റെ മകനും കൂടിയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ എൻ്റെ മകനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും വില കൂടിയ വണ്ടി ഏകദേശം 23.5 ലക്ഷം രൂപയോളം വിലയുള്ള ടൊയോട്ട അർബൻ ക്രൂസർ ഹൈറൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണത്. അതിൻ്റെ ഹൈബ്രിഡ് മോഡലാണ്. നമ്മൾ ഈ സാധനം അത്രയും സേഫ്റ്റി ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ടൊയോട്ട നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ കമ്പനിക്ക് പരാതി കൊടുക്കും. അതുപോലെ തന്നെ കൺസ്യൂമർ കോർട്ടിലൊക്കെ നമ്മൾ പരാതി കൊടുക്കും. ഇത്രയും വില കൂടിയ വണ്ടി ഇത്ര വലിയ ഇടിയിടിച്ചിട്ട് എന്തുകൊണ്ട് എയർ ബാഗുകൾ ഒന്നും വർക്ക് ചെയ്തില്ല എന്നുള്ളത് വളരെ ഗൗരവപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ സേഫ്റ്റി വിചാരിച്ചിട്ടാണ് ഈ ടൊയോട്ട പോലുള്ള വണ്ടികൾ നമ്മൾ വാങ്ങിക്കുന്നത്. വിദേശത്തു നിന്ന് നാട്ടിലെത്തിയ അബ്ദുൽ ഗഫൂറിനെ കൊണ്ടുവരാനായി വെങ്കിടങ്ങിൽ നിന്ന് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്.